തലശ്ശേരി ഫസൽ വധക്കേസിൽ നിർണായക സാക്ഷി വിസ്താരങ്ങളിലേക്ക് കടന്ന് പ്രോസിക്യൂഷൻ. ഫസലിന്റെ ഭാര്യ മറീവിനെ ചൊവ്വാഴ്ച വിസ്തരിക്കും. മുൻ IPS ഉദ്യോഗസ്ഥൻ കെ രാധാകൃഷ്ണൻ അടക്കമുള്ള ഉദ്യോഗസ്ഥരെയും തുടർന്നുള്ള ദിവസങ്ങളിൽ വിസ്തരിക്കും. കോടതിയിൽ നിന്ന് തൊണ്ടി മുതൽ കാണാതാവുകയും പിന്നീട് കണ്ടെത്തുകയും ചെയ്ത സംഭവം കോടതി പരിഗണിക്കും. വിവരങ്ങൾ നൽകാൻ നിഷ ദിലീപ് കൊച്ചിയിൽ നിന്നും ചേരുകയാണ്. നിഷ, ഫസൽ വധക്കേസ്, ആ കേസിന്റെ അന്വേഷണ ഘട്ടം മുതൽ തന്നെ ഒരുപാട് തരത്തിൽ ഈ കേസ് അട്ടിമറിക്കാനുള്ളൊരു ശ്രമം നടക്കുന്നുണ്ട്. അതിന്റെ വാർത്തകളൊക്കെ നമ്മൾ പ്രേക്ഷകരിലേക്ക് ഇതിനു മുൻപ് എത്തിച്ചതാണ്. എങ്കിൽ കൂടിയും ഇപ്പോൾ ഈ വിസ്താരം എത്രത്തോളം നിർണായകമാണ്? കാരണം ഫസലിന്റെ ഭാര്യ ഉൾപ്പെടെ വിസ്തരിക്കും. ഈ സാക്ഷി വിസ്താരം ഈ കേസിൽ എത്രത്തോളം നിർണായകമാണ്? എപ്പോൾ മുതലാകും വിസ്താരം? അശ്വതി, തലശ്ശേരി ഫസൽ വധക്കേസിൽ നിർണായകമായ സാക്ഷി വിസ്താരത്തിലേക്ക് പ്രോസിക്യൂഷൻ കടക്കുകയാണ്. അതിന്റെ ഭാഗമായാണ് ഫസലിന്റെ ഭാര്യ മറിയുവിനെ ചൊവ്വാഴ്ച ചോദ്യം ചെയ്യുന്നത്. മറിയുവിനെ മാത്രമല്ല, അന്ന് കേസ് അന്വേഷിച്ച IPS ഉദ്യോഗസ്ഥനായ കെ രാധാകൃഷ്ണനെയും ചോദ്യം ചെയ്യുന്നുണ്ട്. കാരണം ഈ കേസിന്റെ ആദ്യ അന്വേഷണം അന്ന് കണ്ണൂരിലെ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ DYSP ആയിരുന്ന കെ രാധാകൃഷ്ണനായിരുന്നു ഈ കേസ് അന്വേഷണത്തിൽ നിർണായകമായ പങ്ക് വഹിച്ചത്. ഈ LDF വിട്ട് CPM വിട്ട് NDF-ൽ ചേർന്നതിലുള്ള പ്രതികാരമായിട്ടാണ് CPM നേതൃത്വം ഗൂഢാലോചന നടത്തി പാർട്ടി ക്രിമിനലുകളെ കൊണ്ട് ഫസലിനെ കൊലപ്പെടുത്തിയത് എന്നുള്ള ഒരു നിഗമനത്തിലായിരുന്നു അന്ന് അന്വേഷണ സംഘം എത്തിയിരുന്നത്. എന്തായാലും പ്രധാനപ്പെട്ട സാക്ഷി വിസ്താരത്തിലേക്ക് കടക്കുമ്പോൾ അത് പ്രതിഭാഗത്തിന് തലവേദനയാകും. പ്രതിഭാഗത്തെ കൂടുതൽ പ്രതിരോധത്തിലാക്കുന്ന ഒരു സാക്ഷി വിസ്താരത്തിലേക്കാണ് പ്രോസിക്യൂഷൻ കടക്കുന്നത്. ഫസലിന്റെ ഭാര്യ മറിയുവിനെ ചൊവ്വാഴ്ച ചോദ്യം ചെയ്യും. ഒപ്പം തന്നെ അന്ന് ഈ കേസ് അന്വേഷിച്ച രാധാകൃഷ്ണനെയും ചോദ്യം ചെയ്യുന്നുണ്ട്. രാധാകൃഷ്ണന്റെ നേതൃത്വത്തിലാണ് കേസ് ആദ്യം അന്വേഷിച്ചത്. CPM വിട്ട് NDF-ൽ ചേർന്നതിലുള്ള പ്രതികാരമായി ഫസലിനെ CPM പാർട്ടി നേതാക്കളുടെ ഗൂഢാലോചനയിൽ പാർട്ടി ക്രിമിനലുകൾ വകവരുത്തിയെന്നായിരുന്നു കേസ്. ഈ കേസിൽ വലിയ സമ്മർദ്ദവും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. എന്തായാലും പ്രതികാര നടപടികൾക്കൊന്നും തന്നെ വഴങ്ങാതെ വന്ന ഒരു കാര്യവുമൊക്കെ ഉണ്ടായിരുന്നു. ഏതായാലും CPM നേതാവും തലശ്ശേരി MLA-യുമായ കാരായി രാജനാണ് കേസിലെ 8ാം പ്രതി. CPM നേതാവും തലശ്ശേരി മുനിസിപ്പൽ ചെയർമാനുമായ കാരായി ചന്ദ്രശേഖരൻ കേസിലെ 8ാം പ്രതിയാണ്. CBI അന്വേഷണത്തിൽ തന്നെയാണ് CPM നേതാക്കളുടെ പങ്കൊക്കെ കണ്ടെത്തിയത്. ഈ കേസ് തെളിഞ്ഞാൽ കാരായി രാജൻ MLA സ്ഥാനത്ത് നിന്നും അയോഗ്യനാകും. ഈ ഫസൽ വധക്കേസ് RSSന്റെ തലയിൽ കെട്ടിവെക്കാനുള്ള വ്യാപകമായ ശ്രമങ്ങളുമൊക്കെ അന്ന് നടന്നിരുന്നു. അശ്വതി, ശരി നിഷ, വിവരങ്ങൾ വ്യക്തമാണ്. നിർണായക സാക്ഷി വിസ്താരം നടക്കാനിരിക്കുകയാണ് ഫസൽ വധക്കേസിൽ. ഇത് എങ്ങനെ നിർണായകമാകുമെന്ന് നമുക്ക് വരും ദിവസങ്ങളിൽ, വരും മണിക്കൂറുകളിലൊക്കെ കണ്ടറിയാം.